യുഎഇയിലേക്ക് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സന്ദർശക വിസ അപേക്ഷകളാണ് ഇപ്പോൾ തള്ളിപ്പോകുന്നത്. കഴിഞ്ഞ മാസം നിലവിൽ വന്നിരിക്കുന്ന പുതിയ നിബന്ധനകൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇവയിൽ ഭൂരിഭാഗവും തള്ളിപ്പോകുന്നത് എന്നാണ് ട്രാവൽ ഏജന്റുമാർ പറയുന്നത്. മടക്ക ടിക്കറ്റ്, താമസ സ്ഥല മേൽവിലാസം എന്നിവയാണ് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ നിബന്ധനകൾ പാലിക്കാതെ ലഭിക്കുന്ന അപേക്ഷകളാണ് നിരസിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരിൽ ഭൂരിഭാഗം പേരും ഇത്തരം നിബന്ധനകൾ നിസ്സാരമായി കാണുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പുതിയ നിബന്ധനകൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനൊപ്പം ചെലവിന് ആവശ്യമായ പണം കയ്യിലുണ്ട് എന്നതിനും തെളിവ് നൽകണം. വിസ സന്ദർശക വിസ ലഭ്യമായാൽ പോലും വിമാനത്താവളങ്ങളിൽ പരിശോധന ഉണ്ടായേക്കും. സന്ദർശന വിസ സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന് ഇമിഗ്രേഷൻ അധികാരികൾക്ക് ഉറപ്പുവേണം. അതിനാണ് ഈ മടക്കയാത്ര ടിക്കറ്റ് നിർബന്ധമാക്കിയത്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും യുഎഇ സന്ദർശിക്കുന്നത്. ഇവരുടെ യാത്രാ ഉദ്ദേശം നല്ലതാവണമെന്നും ഈ നിബന്ധനകളിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. യുഎഇ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മറ്റ് വികസിത രാജ്യങ്ങളും വിസ പ്രോസസ്സിംഗിൽ ഇപ്പോൾ നിബന്ധനകൾ കർശനമാക്കിയിട്ടുണ്ട്. 2024 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ ദുബായിൽ മാത്രം 1.6 കോടി വിനോദസഞ്ചാരികൾ എത്തിയെന്നാണ് കണക്കുകൾ. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 8% വർധനയാണ്. സന്ദർശക വിസയിൽ നിബന്ധനകൾ കർശനമാക്കുന്നതിനൊപ്പം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും യുഎഇയിൽ കർശനമായി തന്നെ തുടരുന്നുണ്ട്. യുഎഇ പൊതുമാപ്പ് നടപ്പാക്കുന്ന സാഹചര്യത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.